കുറേ ദിവസമായിട്ടോ ഞാൻ ഇന്ന് കത്തിക്കണം നാളെ കത്തിക്കണം എന്നൊക്കെ വിചാരിക്കുന്നത് ഈ ഒരു സംഭവം. സ്കൈ ലാമ്പ് എന്ന് പറയും. ഇത് പരതാൻ കൊണ്ട് ഞാൻ പോയ പണിയുണ്ടല്ലോ, എവിടെയൊക്കെ എത്തി ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, ചിലവർക്കൊന്നും ഇത് അറിയില്ലേ ഇല്ല. ഇതൊരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ കാണിച്ചു കൊടുക്കണം. നാട്ടിലുള്ള ഒരു ഷോപ്പ് കണ്ടു. അവിടെ നിന്ന് നേരെ പോയിട്ട് അവിടെ ആഡ് സ്പോട്ട് തന്നെ ഒരു ഷോപ്പാണ് നമ്മുടെ നാട്ടിൽ തന്നെ. അവിടെ പോയി ചോദിച്ചു, അവിടെ ഇല്ല. എന്നിട്ട് വേറൊരു ഷോപ്പിൽ പോയി, മൊയിലവി എന്നൊരു ഷോപ്പിൽ പോയി. അവിടെ പോയിട്ട് കുറേ നോക്കിയിട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു, എന്തിനാ മോനെ ഇത് കത്തിക്കുന്നത്, എന്താ പരിപാടി, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും പറഞ്ഞില്ല. എന്നിട്ട് അവിടെ പോയിട്ട് ചോദിച്ചിട്ട് ഇതാണ് കേട്ടോ സംഭവം, ഇതാണ് നമ്മൾ പറഞ്ഞൊരു സംഭവം. സ്കൈ ലാമ്പ് എന്ന് പറയും, സ്കൈ ലാൻഡ് എന്ന് പറയും, അങ്ങനെയൊക്കെ. എന്നിട്ട് ഇതാണ് ഇന്നത്തെ പ്ലാൻ നമ്മളുടെ. ഇത് പോയിട്ട് കത്തിക്കണം. ഇത് പോയിട്ട് കത്തിച്ചിട്ട് നമുക്കൊരു ശ്വാസം വിടണം. സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇത് കുറേ ആയി ഞാൻ വിചാരിക്കണം. എല്ലാ ന്യൂ ഇയറും വിചാരിക്കും, പറ്റില്ല. പക്ഷേ എന്തൊക്കെയും പ്ലാൻ വിചാരിക്കും, അതൊന്നും നടക്കില്ല. അതാണ് നമ്മളൊരു ജീവിതം തന്നെ. ഓക്കെ, എന്നിട്ട് നമ്മൾ പോയി എൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു തോക്കുണ്ട് കേട്ടോ. തോക്കുന്നാണ് ഇപ്പോൾ ഞാൻ ഇത് കത്തിക്കാനില്ല പ്ലാൻ. ഇതാണ് കേട്ടോ തോക്ക് നമ്മളുടെ. ഈ തോക്കുന്നാണ് നമ്മൾ ഇത് കത്തിക്കുന്നത്. നമ്മൾ കത്തിക്കുന്ന സ്ഥലം വെച്ചാൽ കാസർഗോഡ് ഈ ലൈറ്റ് ഹൗസ് പാർക്കില്ലേ, ഇത് നമ്മുടെ സ്ഥലമാണ്, നമ്മൾ നാടാ. ഇവിടുന്ന് മുന്നിലൊരു പാർക്കുണ്ട്, ഇവിടെ നിന്നാണ് നമ്മൾ കത്തിക്കുന്നത്. ഞാൻ എൻ്റെ വർക്ക് തുടങ്ങി. അത് ചെറിയൊരു പരിപാടി ഉണ്ട്, അതൊന്ന് സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് നേരെ നിൽക്കത്തില്ല, ഫ്ലോപ്പാവും. അത് ഫ്ലോപ്പായാലുണ്ടല്ലോ പിന്നെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വെറുതെ അതൊന്നും ഞാൻ നല്ല പോലെ പണിയെടുക്കുന്നുണ്ട് ഇതിന്. ഇത് ചിലപ്പോൾ ഫ്ലോപ്പായാലുണ്ടല്ലോ എൻ്റെ ഇനിയില്ല വർഷം മൊത്തം പോകല. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പിന്നെ ചോദിച്ചുകൊണ്ട് നിൽക്കുക, എന്താ മോനെ എന്താ കത്തിച്ചിട്ട്, എന്തിനാണ് നീ കത്തിക്കുന്നത് ഇത്ര കഷ്ടപ്പെട്ടിട്ട്, അങ്ങനെ ചോദിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ കത്തിക്കണമെന്നാണ് വിചാരിക്കുന്നത്. നല്ല വർഷം ഞാൻ വിചാരിക്കലുണ്ട്, പക്ഷെ പറ്റുന്നില്ല ഇതിന്. എന്തെങ്കിലും പ്രോബ്ലമായിട്ട് അത് എല്ലാം ഒന്ന് ക്യാൻസലാവും. അതല്ല വർഷം നടക്കുന്നത്. അപ്പം ഒരു 4 മന്തായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അപ്പം ഫുള്ളും ഒരു കണ്ണറിൻ്റെ ഒരു കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇതൊന്ന് കത്തിച്ചു വിട്ടാൽ എനിക്ക് എൻ്റെ മനസ്സൊന്ന് ഓക്കെയാവും. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്താ ഒരു മനസ്സിന് വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. അതും ഇങ്ങനെ പറന്നു പോയപ്പോൾ ഞാൻ ചിരിക്കുന്നുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് കാണും. ഓക്കെ, നല്ല ഫീലാണ് അതിങ്ങനെ പൊന്തി പോകുമ്പം. സത്യം പറഞ്ഞാൽ ഇതോടെ എൻ്റെ നല്ല കണ്ണേറും അല്ല പണ്ടാരടക്കണം. സത്യം പറഞ്ഞാൽ ഇതോടെ എൻ്റെ ഷെയ്യാണെങ്കിലും അല്ലാണെങ്കിലും ഇതോടെ തീരണം. ഇവിടെ ഇത് കത്തി തീരുന്ന മുന്നേ ലോങ് ആയിട്ടോ. അത് നല്ല പോക്കാണ് പോയത്. പിന്നെ എൻ്റെ നാട്ടിലത്തെ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ഓക്കെ, ബൈ ഗൈസ്, ബൈ.